ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇതിന് കാരണമുണ്ട്. ഞാൻ ഇപ്പം കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തോളമായി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതെൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ്. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കുകയും ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തു. അപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു ആ വീഡിയോയിലൊക്കെ കണ്ടൻറ്റ് വളരെ നല്ലതാണ്, എന്നാൽ ആ ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ഇച്ചിരി കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എൻ്റെ മക്കൾ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. ആമസോൺ വഴി വാങ്ങിച്ചു തന്ന സാധനം. അതെന്താ വന്ന് നമുക്കൊന്ന് നോക്കാമേ. കുട്ടി പിന്നെയും ബോക്സ് ആണല്ലോ. തുറക്കും തോറും വർദ്ധിക്കുമെന്ന് പറഞ്ഞ പോലെ wow, selfie stand with the ring light, very nice. ഇനി ഇതെങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഇനി പഠിക്കാനുണ്ട്. നോക്കട്ടെ, ഇനി കുറേയൊക്കെ നോക്കാനുണ്ട് ഇതെങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്ന്. ഹൈറ്റ് കൂട്ടുക, ഉയർത്തുക. ഇതെന്താണെന്ന് നോക്കട്ടെ. ഇതെന്താ, എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റിയൊന്നും. ഇതൊക്കെ ഞാൻ ഇനി പഠിക്കണം ഇതെന്തൊക്കെയാണ്. ഇത് മനസ്സിലായി, റിംഗ് ലൈറ്റ് ആണ്. ഇനി ഒരു ബോക്സ് കൂടെ ഉണ്ട്, അതെന്താ നോക്കട്ടെ. ഇത് ചെറിയ ബോക്സാണ്, നോക്കട്ടെ എന്താണ്. വയർലെസ് മൈക്രോഫോൺ. വാവ്, ഒത്തിരി സന്തോഷമായി. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചു എനിക്കിപ്പം ഞാൻ റിട്ടയർഡ് ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആകപ്പാടെ ഫേസ്ബുക്ക് വാട്സാപ്പൊക്കെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കാവുന്ന. പക്ഷെ പുതിയൊരു പഠിത്തമാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത്. ഷൂട്ടിങ്, എഡിറ്റിങ് എല്ലാം. വളരെ സന്തോഷം. കാരണം അതിനൊക്കെ കാരണം യൂട്യൂബിലൊക്കെ ഒത്തിരി നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. കാരണം അവർ പറയുന്നുണ്ട് നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാമെന്ന്. എൻ്റെ വിചാരം ഇതൊക്കെ ചെറുപ്പക്കാർക്കുള്ള കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ മാത്രം നോക്കി ജീവിക്കുക എന്നുള്ളതായിരുന്നു ജോലി എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ മറ്റുള്ളവരുടെയൊക്കെ മോട്ടിവേഷണൽ സ്പീച്ച് കൊണ്ട് എനിക്ക് മനസ്സിലായി നമ്മളെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സാധിക്കുമെന്ന്. താങ്ക് യു ഫോർ ദ യൂട്യൂബ്, താങ്ക് യു വെരി മച്ച്. കാരണം ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടിയോണ്ടല്ലേ എനിക്കൂടെ ഒരു അവസരം ഇങ്ങനെ ലഭിച്ചത്. താങ്ക് യു ഫോർ എവരി വൺ. അതുപോലെ എന്നോട് കമൻസ് പറഞ്ഞവർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പഴയതുപോലെ തന്നെത്താനെ വീഡിയോ ഇങ്ങനെ കൈവച്ച് മൊബൈൽ കയ്യിൽ ഇങ്ങനെ വെച്ച് ഷൂട്ട് ചെയ്തേനെ. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്.